കദ്രുവിൻ വംശമോ സർപ്പമാം സന്തതി വിശ്വത്തിലുള്ളൊരേ നാഗങ്ങളായിരം ശാപത്തെ. Very special evening, right? And this event is also very special, isn't it? Yes. Is it? Yes. All right. This is absolutely a fantastic evening, and well, so we all know, right, why we have been gathered here for. Thank you all. Thank you so much for joining us. ഞാൻ നമ്മുടെ ഭാസ്കര പറഞ്ഞ മൂവിയുടെ backbone Pratida Pedan on the stage to speak a few words. Give him a huge round of applause, everyone. So we will speak a few words. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി. ഞങ്ങൾ ഒരു ചെറിയ സിനിമയുടെ മൂന്നാമത്തെ സംവിധാന സംരംഭമാണ്. അപ്പോൾ ചെറിയൊരു സിനിമയാണ്. ഈ പറയുന്നത് പോലെ ഈ ചെറിയ സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലുണ്ടാകുന്ന ഇഷ്ടംപോലെ കഷ്ടപ്പാടുകളുണ്ടല്ലോ. അപ്പോൾ ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്നത് പോലെ എസ്റ്റാബ്ലിഷ്ഡ് ആൾക്കാരെ കാസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുതിയതായിട്ടുള്ള ആക്ടേഴ്സിനെ കണ്ടുപിടിക്കുകയും അവരെ കാസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ സിനിമ ഞാൻ നേരത്തെ കൺസീവ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഇത് സാധിച്ചത് ഇതിൻ്റെ പ്രൊഡ്യൂസറായ അറുമുഖം സാറും എൻ്റെ കോ പ്രൊഡ്യൂസേഴ്സായ ദീപക് ദിനേശും ബിനോയ് സി ബാബും ഇവരെല്ലാവരും എൻ്റെ കൂടെ നിന്നതുകൊണ്ടാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി ഉള്ളത് ഈ 3 വ്യക്തികളുടെ അടുത്ത്. ഈ മനുഷ്യൻ NCC ഓഫീസറായിരുന്നു, കോളേജിലെ പ്രൊഫസറായിരുന്നു, എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പരീക്ഷയ്ക്കൊന്നും കോപ്പടിക്കാൻ സമ്മതിക്കില്ല. തുണ്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കണ്ടുപിടിക്കും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ പഠിച്ച അതേ കോളേജിലാണ് സാറും പഠിച്ച് പിന്നെ പ്രൊഫസറായത്. അതുകൊണ്ട് അവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളുടെ എല്ലാ പരിപാടീസും അറിയുന്ന ഒരു സാറും കൂടിയായിരുന്നു. അപ്പം അന്നേ ഒരു പണി കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ പണി ഈ സിനിമയിൽ കൊടുക്കാൻ പറ്റി. അതാണ് സത്യം. ഞാൻ സാറിന് മൈക്ക് കൊടുക്കാം. താങ്ക് യു റുപേഷ്. ആദ്യമായിട്ടാണ് ക്യാമറയുടെ മുമ്പിൽ നിന്നത്. ഇതിനു മുമ്പേ അങ്ങനത്തെ ഒരു ചിന്ത പോലും ഇല്ലായിരുന്നു. വളരെ യാദർച്ഛികമായിട്ട് റുപേഷ് പണ്ട് കോളേജ് പഠിക്കുന്ന കാലത്ത് എപ്പോഴും സിനിമയെ പറ്റി പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എടാ നീ സിനിമ എടുക്കുമ്പോൾ എനിക്ക് ഒരു റോൾ തരണം. അപ്പം അന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനൊരു വേദിയിൽ നിൽക്കും, അത് ടൈറ്റിൽ റോൾ ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. പിന്നെ ഒരു ദിവസം എന്നെ പിടിച്ചു, എല്ലാം കഴിഞ്ഞു, ജീവിതം എൻ്റെ പാട്, ഞാൻ എൻ്റെ കമ്പനിയും എൻ്റെ ജോലിയും നടന്നുകൊണ്ട് ഒരു ദിവസം പിടിച്ചു പറഞ്ഞു, ഒരു 10 ദിവസത്തേക്കൊന്നും വരാം, ഒരു ചെറിയ റോൾ ഉണ്ട് എന്ന് പറഞ്ഞു. ശരി വന്ന് പോകാമെന്ന് വെച്ചു. വന്നിട്ട് 40 ദിവസം നിൽക്കേണ്ടി വന്നു. വളരെ സ്നേഹമുള്ള കുട്ടിയാണ്. അപ്പം മനസ്സിലാവില്ല എത്രത്തോളം പാരയാണ് പുള്ളി ഉദ്ദേശിച്ചതെന്ന്. എല്ലാവരും അനുഗ്രഹം വേണം. എന്നെ ഈ വേദിയിൽ നിൽക്കാൻ ഒരു ചാൻസ് തന്ന റുപേഷ്, അറുവൻ സർ, പ്രൊഡ്യൂസേഴ്സ്, താങ്ക് യു വെരി മച്ച്. ഞാൻ സാധനം ക്ഷണിക്കുന്നു. ദീപക് സർ, എവരിബഡി പ്ലീസ് ടു ജോയിൻ. അതേപോലെ തന്നെ വേദിയിലിരിക്കുന്ന നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് എല്ലാവരും വേദിയിലേക്ക് ജോയിൻ ആവേണ്ടതാണ്. സാർ എല്ലാവരും വരണം. യെസ്, എല്ലാവരും ജോയിൻ ആവേണ്ടതാണ് ദീപം തെളിക്കൽ ചടങ്ങിൽ. കെ ഗൗഡ സാറിനെ ഞാൻ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. സാർ 2 വാക്ക് ആണോ? ഓക്കെ. വെച്ചിരിക്കുന്നത് എൻ്റർടൈൻമെൻ്റ് ആണ് തീർച്ചയായിട്ടും. 2 പേരും കൂടി ഈ സ്റ്റേജിലോട്ട് ഇൻവൈറ്റ് ചെയ്യണം. ഈ പാട്ട് പാടിയ ഫൗസിയ, ഇത് ലിറിക്സ് എഴുതിയ അരുൺ കെ നാരായണൻ. ഇതിനെപ്പറ്റി ഗോഡ്വൻ ഒരു വാക്ക് പറയും, അരുൺ പറ്റി ഞാൻ പറയും. ഫൗസി എനിക്ക് ചെറുപ്പം തൊട്ട് അറിയാവുന്നതാണ്. ഫൗസിനെ ഞാൻ ആദ്യം നമ്മുടെ സംഭവം അധ്യായം 1-ന്റെ എൻക്രെഡിറ്റ് സോങ് ഫൗസി തന്നെയാണ് പാടിയത്. അപ്പം ഇതിലും ഫൗസിനെ തന്നെ പാടിച്ചു. വേറെന്താ പറയേണ്ടത്, നല്ല കുട്ടിയാണ്, ഭയങ്കര ടാലന്റഡ് ആയ കുട്ടിയാണ്. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ എന്താ പറയുക, ട്രാക്ക് ഇപ്പം നിങ്ങൾ കേട്ട ട്രാക്ക് ഉണ്ടല്ലോ, ഇത് അത്ര എളുപ്പമല്ല പാടാൻ. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഗോഡിനെ ചോദിച്ചു, പാട്ടെല്ലാം കൊള്ളാം, ആര് പാടുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ വേറെ കുറേ പേരുകൾ ഇങ്ങനെ ക്രോസ് ചെക്ക് ചെയ്തെല്ലാം ചെയ്തു. പക്ഷേ അവസാനം ഗോഡൻ പറഞ്ഞു, ഞാൻ ഈ സംഭവത്തിൽ പാടി കുട്ടീനെ കൊണ്ടുവരട്ടെ. ഞാൻ പറഞ്ഞാൽ നല്ലതല്ല, കൊണ്ടുവന്നു ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ട്രൈ ചെയ്തിട്ട് ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു, ബട്ട് ഇറ്റ് വർക്ക്ഡ്. കാരണം എനിക്ക് തോന്നുന്നില്ല നാഗപ്പാട്ട് ട്രാൻസിൽ ഇതേപോലെ ചെയ്തിട്ടുണ്ടെന്ന് മുമ്പ്. ഇദ്ദേഹമാണ് ഈ വരികൾ എഴുതിയത്, ലിറിസിസ്റ്റാണ്. ഇദ്ദേഹത്തിന് ഞാൻ ആദ്യം പരിചയപ്പെടുന്നത്, ഇദ്ദേഹമാണ് ഞാൻ ആദ്യം സംവിധാനം ചെയ്ത തീവ്രത്തിൻ്റെ ലിറിസിസ്റ്റ്. അപ്പോൾ ഈ പറയുന്ന പോലെ അദ്ദേഹം തീവ്രത്തിൻ്റെ ലിറിക്സ് എഴുതിയതിനു ശേഷം നാട് വിട്ടു. പിന്നെ ഞാൻ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം അത് ഈ സിനിമയുടെ ലിറിക്സ് ആരെ കൊണ്ട് എഴുതിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ അർഷദ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുഹൃത്തുണ്ട്. അപ്പോൾ അദ്ദേഹം എന്താ പറയുക 2 ലിറിക്സ് എഴുതിയിട്ടുണ്ട്, 2 പാട്ടിൻ്റെ. അപ്പോൾ ഈ സിനിമയുടെ എസ്പെഷ്യലി ഇപ്പോൾ ഞങ്ങൾ ടൈം ലൈൻ ഭയങ്കര സമയമില്ലാത്തത് കൊണ്ട്
ആ സമയത്ത് അരുൺ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒരു മെസ്സേജ് അയച്ചു, എന്തൊക്കെയുണ്ട് ബ്രോ, എത്ര നാളായി കണ്ടിട്ട്. അപ്പോൾ ഞാൻ കറക്റ്റ് സമയം പാടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇവനെ കൊണ്ട് 2 പാട്ടിൽ ലിറിക്സ് എഴുതിച്ചത്. അപ്പോൾ അതാണ് അരുൺ കാരണം ഇതിന് മുമ്പ് ചെയ്തത് ഞാൻ സംവിധാനം ചെയ്ത തീവ്രമാണ്. 2ാമത്തെ സിനിമയാണ് ഈ പറയുന്ന ഭാസ്കരവരണം. 2 വാക്ക് പറയും. കദ്രുവിൻ വംശമോ സർപ്പമാം സന്തതി വിശ്വത്തിലുള്ളൊരേ നാഗങ്ങളായിരം മുന്നിൽ ആനന്ദനോ വസുകി ശ്രേഷ്ഠനും തീയിൽ വീഴാത്ത വണ്ണം വസിച്ചു കൊള്ളുക നാഗരേ. കദ്രുവിൻ വംശമോ സർപ്പമാം സന്തതി വിശ്വത്തിലുള്ളൊരേ നാഗങ്ങളായിരം. താങ്ക് യു സോ മച്ച്. നമസ്കാരം. ഒരുപാട് സന്തോഷം. ആദ്യം തന്നെ ഏറ്റവും വലിയ നന്ദി ഈശ്വരനോട് പറയുന്നു. കാരണം രൂപേഷിന് ഈ സിനിമയിലെ വേലായുധൻ എന്ന് പറയുന്നൊരു കഥാപാത്രം എന്നെ ഏൽപ്പിക്കാൻ തോന്നിയതിന്. കുറേ കാലം രൂപേഷിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. യൂട്യൂബ് റൂട്ടസിലാണ് ഞാൻ രൂപേഷിൻ്റെ കൂടെ ആദ്യം അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ കുറേ എഴുത്തും പരിപാടികളൊക്കെ ആയിട്ട് രൂപേഷിനെ സഹായിച്ചൊക്കെ കൂടെ ഉണ്ടായിരുന്നു. മേ ബി ആ ഒരു സ്നേഹം കൊണ്ടും പിന്നെ നമ്മുടെ ഒരു പരിപാടിയൊക്കെ മനസ്സിലായത് കൊണ്ടുമായിരിക്കും വേലായുധൻ എന്ന് പറയുന്നത്. കാരണം ഞാനത് അത്ര എടുത്തു പറയാൻ കാരണം ഒരുപാട് ലെയേഴ്സിലൂടെ സഞ്ചരിക്കുന്ന ഒരു കഥാപാത്രമാണ് വേലായുധൻ എന്ന് പറയുന്നത്. ഈ അച്ഛൻ്റെയും മകൻ്റെയും ഇടയിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ മുഖ്യ കാരണം ഒരു പക്ഷേ ഈ വേലായുധനായിരിക്കും. നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത്രയും രസമുള്ള ഒരു കഥാപാത്രം എന്നെ ഏൽപ്പിച്ചതിന് രൂപേഷിനോട് ഒരുപാട് നന്ദി. പിന്നെ ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും എസ്പെഷ്യലി ആദ്യം തന്നെ ഒരു നന്ദി പറയാണ്. ഞങ്ങളുടെ ഈ ഒരു ചടങ്ങിലേക്ക് വന്ന് ഞങ്ങളുടെ ഈ ഒരു സിനിമയെ സപ്പോർട്ട് ചെയ്യുന്നതിന് എസ്പെഷ്യലി വന്നിട്ടുള്ള സുഹൃത്തുക്കൾ ആൻഡ് മീഡിയ ടീംസ് എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു. അപ്പോൾ ഉമ്മ എനിക്ക് വളരെ വർഷങ്ങളായിട്ട് വളരെ പരിചയമാണ്. ഞാൻ യൂട്യൂബ് റൂട്ടസ് എന്നുള്ള സിനിമ ഞാൻ സംവിധാനം ചെയ്യുമ്പോൾ സ്വരൂപ് ഫിലിപ്പായിരുന്നു എൻ്റെ ക്യാമറമാൻ. അപ്പൊ അന്ന് ഉമ്മ സിനിമയ്ക്ക് വേണ്ടി ലൈറ്റ് അപ്പ് ചെയ്യണം ഞാൻ കണ്ടപ്പോൾ അന്ന് ഞാൻ ചോദിച്ചു, ലൈറ്റ് അപ്പ് ഒക്കെ ചെയ്യണം കൊള്ളാം, എല്ലാം വന്നിട്ടുണ്ട് എന്നാണ് DOP ഇൻഡിപെൻഡന്റ് DOP ആവുന്നത് ഞാൻ ചോദിച്ചു. എന്നോട് പറഞ്ഞു, രൂപേഷേട്ടാ അല്ലെങ്കിൽ അവസരം വന്നാലല്ലേ പറ്റുള്ളൂ. കറക്റ്റ് ആയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 3ാമത്തെ സിനിമ സംവിധാനം ചെയ്യണം എന്ന് ഞാൻ തീരുമാനിച്ച സമയത്ത് ഉമ്മേനെ വെച്ചിട്ട് പരീക്ഷിക്കാൻ വെച്ചു. പ്രൊഡക്ഷൻ ഡിസൈനറാണ്, അത്രയ്ക്കും പറയാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പൊ തുന്തുന്റെ ആദ്യത്തെ സിനിമയല്ല, തുന്തു ഉമ്മയുടെ ആദ്യത്തെ സിനിമയാണ് ഭാസ്കരവരണം. 2ാമത് ചെയ്ത സിനിമയാണ് ലില്ലി. പിന്നെ അതിനുശേഷം ഓപ്പറേഷൻ ജാവ, പത്മ, അങ്ങനെ നിരവധി സിനിമ. അപ്പൊ ഞാൻ ഈ സിനിമ നമ്മുടെ ബഡ്ജറ്റ് ചെറിയ സിനിമ ആയതുകൊണ്ട് ആരെ നമ്മൾ ഇപ്പൊ എന്താ പറയാ ഈ പറയുന്നത് പോലെ വിളിക്കും ആർട്ട് ഡയറക്ടറായിട്ട്. അപ്പൊ തുന്തുവില്ലേ, തുന്തുവിനെ വിളിച്ചാൽ മതിയില്ലേ, അപ്പം നമ്മുടെ ബഡ്ജറ്റിൽ നിർത്തുമോ, അതൊക്കെ നമുക്ക് നിർത്തിക്കാം, നമ്മൾ എന്റെ പടം അക്രോസ് ദി ഓഷൻ ചെയ്തു തരണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുന്തു വന്നത്. തുന്തു പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതുപോലെ പറയേണ്ടി വരും. ഇപ്പൊ ഇദ്ദേഹത്തെ എനിക്കറിയാം കുഞ്ഞെന്തോ സിനിമ ചെയ്യുമ്പോ തൊട്ട്. ശേഷം പിന്നെ പടങ്ങളൊന്നും വലിയ കാര്യമായിട്ട് അങ്ങനെ വർക്കാവാത്തതുകൊണ്ട് ഞാൻ പിന്നെ പാട്ടായിട്ട് തുടങ്ങാതെ വെച്ച് പാട്ട് പാടി തുടങ്ങി. പിന്നെ